എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയുടെ റീമാസ്റ്ററിങ് കഴിഞ്ഞു, അത് റിലീസ് ചെയ്തു, വളരെ സക്സസ്സായി. അതേപോലെ തന്നെ അഭിനയിച്ച ഒരു ഉത്തേജനമാണ് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇന്ന് സജ്ജീകരിച്ചു. 100ഓളം തിയേറ്ററുകളിൽ നിന്ന് അത് സ്ക്രീൻ ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ഞങ്ങൾക്ക് ഇപ്പോൾ തിയേറ്റർ സൈഡിൽ നിന്നാണെങ്കിൽ പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ കിട്ടുന്നത് 4K റെസൊല്യൂഷനിൽ, അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിൽ, വിദ്യാജിയുടെ അന്ന് കേൾക്കാതിരുന്ന കുറേ സൗണ്ട്സ് റെക്കോർഡിങ്ങിലും സോങ്സിലൊക്കെ ആണെങ്കിൽ ഇന്നത് സ്റ്റീരിയോ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ വലിയൊരു അപ്രീസിയേഷനാണ് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് ആയിട്ടാണ് നടക്കുന്നത്. ഏതായാലും ഞങ്ങൾ കുറേ മീഡിയ ഞങ്ങൾ 2-3 ദിവസങ്ങളായിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാം എയർ ചെയ്തിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഈ ഒരു റിലീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സെൻസിലാണ് എടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രേക്ഷകരെ ഇന്നത്തെ ജനറേഷനെ കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ മോഡേൺ ടെക്നോളജിയിൽ ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ പുഷ് ചെയ്ത് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഗുഡ് ഈവനിങ് എവരിവൺ. നിങ്ങൾ ഏതെങ്കിലും ചോദിക്കണമെന്നെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. ഈ ഇരിക്കുന്ന പെൺകുട്ടികളെ 4 പേരെയും നിങ്ങൾക്ക് ഇപ്പോൾ പരിചയം ഉണ്ടാവില്ല. ഇവർ ഈ സിനിമയിലെ ഏറ്റവും ചെറിയ കസിൻസിലെ ഏറ്റവും ചെറിയ ആൾക്കാരാണ്. ഏറ്റവും ചെറിയ ആൾ ആൻസു ആണ്. ആൻസു ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. അതിൻ്റെ മുകളിലുള്ള ആളാണ് അല. പേര് മനസ്സിലായി. അലയുടെ മുമ്പത്തെ പേര് പറഞ്ഞു അല. പിന്നെ ഉണ്ടായിരുന്ന അടുത്തയാള് ഇദ്ദേഹമാണ് കൃഷ്ണ. എൻ്റെ അവിടെ നിബിയ. ഇവർ 4 പേരാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ 4 പേര്. ഇനി അതിൻ്റെ മുകളിലേക്കുള്ള ബാക്കി 7 പേരും കൂടെ ഉണ്ട്. അല്ലെ 6 പേര്. 7 പേരോടെ ഉണ്ട്. കൃപയുണ്ട്, സുജിതയുണ്ട്, ധന്യുണ്ട്. ബാക്കി 5 പേരെ നിങ്ങൾക്ക് അറിയാമല്ലോ, മുഖപരിചയമുണ്ട്, മുതിർന്ന പെൺകുട്ടികളാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഈ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവരെയൊക്കെ നമ്മൾ അന്വേഷിച്ച് ഇങ്ങനെ 4 പേരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റി. അവരിവിടെ വന്ന് 2 ദിവസമായിട്ട് ഇവിടെ താമസിച്ചിരുന്ന പ്രമോഷനായിട്ട് അവർ വളരെ എക്സൈറ്റഡ് ആണ്. അവർ ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് അവർക്ക് ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു വലിയ ധാരണയൊന്നുമില്ല. അവർ അഭിനയിച്ചു എന്നുള്ള പോലും അവർക്കറിയില്ല. അവരിങ്ങനെ അവിടെ കളിച്ച് നടന്ന കുട്ടികളാണ്. അവരന്ന് തിയേറ്ററിൽ കണ്ടപ്പോഴും അവർ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എഫക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഒരു ബിഗ് സ്ക്രീനിലേക്ക് തന്നെ കാണുന്നത് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു പുതിയ വേർഷനിൽ. അവരെ സംബന്ധിച്ച് അവരെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ കൂടെ ഉണ്ട്. വിദ്യാർത്ഥി എല്ലാവർക്കും അറിയാം. അത് മിസ്റ്റർ ബിനു ആണ്. ബിനു നമ്മുടെ ഈ ആത്മഹത്യ സിനിമയുടെ പ്രൊഡക്ഷനിൽ സഹകരിക്കുന്ന വ്യക്തിയാണ്. തെരഞ്ഞെടുപ്പായതാണ്. അപ്പം ഇതാണിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നമ്മളുടെ പ്രസ് മീറ്റ് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഭർത്താവുള്ള ആൾക്കാർ. കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇന്ന് കണ്ട പ്രേക്ഷകരോടെല്ലാം ചോദിച്ച സമയത്ത് ഇന്ന് ശരിക്കും തിയേറ്ററിൽ നമുക്ക് മിസ് ചെയ്യുന്നു. ഒന്നുകൂടെ ഇത് കാണാൻ പറ്റിയതിന് സന്തോഷം. എത്രത്തോളം ഹാപ്പിയാണ് ഈ സിനിമ സ്ക്രീനിൽ കാണുന്നത്? നമ്മൾ ഈ ദേവദൂതൻ കഴിഞ്ഞ സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് എൻക്വയറീസ് ആൾക്കാരിലാണ് വന്നത്. പ്രത്യേകിച്ചും ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ജനിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു തിയേറ്റർ വാച്ച് അർഹിക്കുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു അവരുടെ ഒരു എന്താണ് ഡിസ്കഷനൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് നമ്മൾ ഈ ഒരു ചിന്തയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും അന്ന് ആ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി അതിനേക്കാൾ മികവോടെ ഇന്ന് ഈ 4K ഒരു സാങ്കേതികമായ എല്ലാ ബുദ്ധിമ കലർന്ന ചേരുവകളോട് എത്തുമ്പോൾ ഇപ്പം കണ്ടിറങ്ങിയ പലരും നമ്മളെ വിളിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് അന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്ന് തോന്നാത്ത രീതിയിൽ അതിന് പ്രശ്നസ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും അതിൻ്റെ വിഷ്വൽസ് ആയാലും എല്ലാം ഒരു ഏറ്റവും ഈ അടുത്ത കാലത്ത്
നിർമ്മിച്ച ഒരു സിനിമ പോലെ തന്നെ തോന്നുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു പഴം ഒരിക്കലും തോന്നുന്നില്ല. അതിൻ്റെ തീമലായാലും അതിൻ്റെ മ്യൂസിക്കലായാലും എല്ലാം വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഫീലാണ്. ഇപ്പോഴും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അത് സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു കഥ പറഞ്ഞത്. കാരണം ഇത് ഇത്രമാത്രം സ്വീകരിക്കപ്പെട്ട ആൾക്കാർ ആസ്വദിച്ച ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കഥ നമുക്ക് കിട്ടണം. അത് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമ്മളത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. അല്ല, അങ്ങനെയുണ്ട്. ഇംപ്രവൈസ് ചെയ്യാറുണ്ട്. കാരണം അവരൊക്കെ ആ രീതിയിൽ മണിയായാലും ചാറായാലും നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ അവരെന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അവരുടേതായിട്ട് ഇംപ്രവൈസേഷൻ ചെയ്തിട്ട് നമ്മളുടെ പെർമിഷനോടുകൂടി അത് പെർഫോം ചെയ്യാറുണ്ട്. ഞാൻ പറയാറില്ല. Because even I don't know the magical element, and then it just happens. That is God's gift. അത്രയേ ഉള്ളൂ. എനിക്ക് അത് അത്രയും പറയാനുള്ളത്. എന്താണ് പാടാൻ പറ്റുമെന്ന് ശ്രുതിയിലേക്ക് someone was there singing along with me. What is Shruti? No, you just start. You started that etrayo ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേൽ ഇഷ്ടമായി നിന്നെയും പുണ്യമേ. ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികളേ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഓക്കെ. അല്ല, അത് നേരത്തെ അവർ പാടി, അതുകൊണ്ടാണ് അവരുടെ ശ്രുതി അനുസരിച്ച് നിനക്ക് പാടാം. ഞാൻ വേറെ ശ്രുതിയിലെ പാടാതെ. It was low for me.